ചിന്നു ഉറങ്ങിയോ? ഉറങ്ങി. വല്ലതും കഴിച്ചോ? ചേട്ടൻ അറിഞ്ഞൂടെ? ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആര് കൊടുത്താലും ഇവള് കഴിക്കില്ലെന്ന്. ആ, ഞാനല്പം വൈകിപ്പോയി. മോളെ, ദേ ഡാഡി വന്നു. ചിന്നു, മോളെ, നിനക്കൊന്നും കഴിക്കണ്ടേ? വാ, നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഓ, നിനക്കിന്ന് വ്രതമാണല്ലോ. പോയി കിടന്ന് ഉറങ്ങിക്കോ. മോളിവിടെ ഇരിക്കെ, ഡാഡി പോയി കൈ കഴുകിയിട്ട് വരാം. ആ, പിന്നെ കിടന്ന് ഉറങ്ങാണോ? കളി നീ ഉറങ്ങിയാൽ തല്ലുള്ളൂ. സാമ്പാറാണോ? സാമ്പാർ ഒഴിക്കട്ടെ? ആ ഡാഡി ഇന്ന് കഥ പറഞ്ഞല്ലോ. ഇന്ന് ഡാഡിക്ക് വയ്യ മോളെ, നാളെ പറയാം. മോള് കിടന്നുറങ്ങിക്കും. സഹായിക്കണോ? വേണ്ട വേണ്ട, ഞാൻ തനിയെ ഇറങ്ങിക്കോളാം. ശരി. പെരുന്നാളായിട്ട് ഇന്നെങ്കിലും ചേട്ടനൊന്ന് അമ്പലത്തിൽ പോയിക്കൂടെ? അതൊക്കെ നീ പോയി പ്രാർത്ഥിച്ചാ മതി. മോളെ എഴുന്നേറ്റില്ലേട്ടാ? അവൾ ഉറക്കവാ. ആ, തന്റെ അനിയത്തിന്റെ കല്യാണക്കാരെയൊക്കെ ഉടൻ വരെയായി. ആ, ശരിയായി വരുന്നു. ഉടനെ ഉണ്ടാവും. അല്ല, നിങ്ങളിങ്ങനെ അമ്പലവും പ്രസാദവും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? നമുക്ക് ഇതങ്ങ് നടത്തണ്ടേ? ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. നിങ്ങൾക്ക് ധൃതിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. ആ ശങ്കർ, ആ ബോംബെക്കുള്ള ടി ഇന്ന് രാവിലെ അയച്ചേക്കണേ. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസിൽ നിന്നുള്ള രജിസ്റ്റർ ലെറ്റർ ആണ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യു സീറ്റ്. അവരെയൊന്നും കാണുമല്ലോ. കുഞ്ഞാണ്ടി, ഓ, ഇതാ ഇതുകൊണ്ട് നാത്തു കൊടുക്ക. ഒത്തുതീർപ്പിനുള്ള ശ്രമം വല്ലതാണോ? പിരിച്ചുവിട്ട എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അപ്പോ മിസ്റ്റർ ജയദേവൻ എന്ത് തീരുമാനിച്ചു? അത് സാർ അത്യാവശ്യമായിട്ട് കളക്ടറേറ്റ് ഒരു കോൺഫറൻസിന് പോവുക. വൈകുന്നേരം 4 മണിക്ക് വരാൻ പറഞ്ഞു. വൈകുന്നേരം വരുമ്പോ നാളെ ആവട്ടെന്ന് പറയരുത്. എനിക്ക് വേറെ ഒരുപാട് ജോലിയുള്ളതാ. സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കലല്ല എനിക്ക് ജോലി. അയാൾ അവിടെ കിടന്ന് ഒച്ചത്തിൽ എന്തൊക്കെയാ പറയുന്ന കേട്ടല്ലോ. ഹേയ്, വൈകുന്നേരം 4 മണിക്ക് വരാന്ന് പറഞ്ഞതാ. കോൺഫറൻസിൽ പോവുകയാണോ? ഇല്ല, ഞാൻ ഇങ്ങും പോകുന്നില്ല. അപ്പോ മിസ്റ്റർ ജയദേവനോട് പറഞ്ഞതോ? അയാൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങാൻ? 5-6 പ്രാവശ്യം കയറി ഇറങ്ങട്ടെ. എന്നോട് നിങ്ങൾ പറഞ്ഞ വിലയ്ക്കൊന്നും ബ്ലൂ കിട്ടത്തില്ല. ഫോറിൻ തന്നെ. നാടനാണ് വില കൂടും. ഒരു പൈസ കുറയത്തില്ല. ആനിമൽസിന് ഭയങ്കര ഡിമാൻഡാ.
പ്രൊജക്ടറോ? ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം, സാധനം കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് കിട്ടണം. സൂക്ഷിച്ചു കൊണ്ടുപോകണം. സാധനം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാ. ആ, ഞാനിവിടെ തന്നെ കാണും. ഞാനിപ്പോ പറയാം. പറഞ്ഞു, ഇപ്പൊ വിളിക്കും. അമ്മയ്ക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട. 1-ാം ദിവസം അന്നമ്മയ്ക്ക് ജോലി, 2-ാം ദിവസം എലിസബത്തിന് ജോലി, 3-ാം ദിവസം മറിയാമ്മയ്ക്ക് ജോലി, അങ്ങനെ 3-നും ജോലി. ഞാൻ പറഞ്ഞ കമ്മീഷൻ വരും, ജോലി തരും. വേണ്ടി വന്നാൽ അമ്മച്ചിക്ക് ജോലി. അവന്റെ ഒരു മാറ്റെടുത്ത തീപ്പെട്ടിയും കൊണ്ട് രഹസ്യം പിടിക്കാൻ നല്ല സമയം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മച്ചി ഡോൺ ടച്ച്. അപ്പോഴേ വിലാസിനമ്മേ, മണി 5 1 മണിക്കൂറായി ഞാനിവിടെ ഒന്ന് കുത്തിയിരിക്കുന്നു. രാവിലെ തന്നെ ഞാൻ പറഞ്ഞ എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം. വേണ്ട, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഈ കസേരയിൽ ഇതിനു മുമ്പ് പല ഓഫീസർമാർ ഇരുന്നിട്ടുണ്ട്. അവരാരും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ യു ആർ ഹിയർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് us. നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്ന് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ മൂട്ടകടി കൊണ്ടിരിക്കലല്ല എന്റെ ജോലി. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. മൈൻഡ് യുവർ ലാംഗ്വേജ്. ദിസ് ഇസ് ആൻ ഓഫീസ്. അറിയാം, നന്നായിട്ട് അറിയാം. സാർ ഒരു കാര്യം ചെയ്യും, ഈ കലണ്ടറിൽ ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. ചുവന്ന അക്കങ്ങളല്ലാത്തതൊക്കെ വർക്കിംഗ് ഡേയ്സ് ആണ്. ഇവിടുത്തെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആണെന്നുള്ള വെപ്പ്. ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയത്തിനിടയ്ക്ക് കൃത്യമായിട്ടൊരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ വരാം. ഇപ്പൊ ഞാൻ വരട്ടെ, പിന്നെ കാണാം. മിസ്റ്റർ ജയദേവനെ മായ നേരത്തെ അറിയോ? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ ജയദേവനോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അയാളെ നേരത്തെ അറിയാം. അയാൾ സാധാരണ ഓഫീസേഴ്സിനെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണത്രേ. സ്വത്തും പണവും ഉള്ളത് കൊണ്ട് എന്തും സാധിക്കാമെന്നാണ് അയാളുടെ ധാരണ. ആ ധാരണയൊന്നും മാറ്റണമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ച് റഫായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. ഐ എം സോറി. എനിക്ക് വളരെ കാലമായിട്ട് ജയദേവനെ അറിയാം. സാധാരണ മുതലാളിമാരെ പോലെ ജയദേവനിൽ നിന്നും ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മായ ജയദേവനെ നേരത്തെ അറിയുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വരട്ടെ. എന്താ? ഒന്നുമില്ല, പൊയ്ക്കോളൂ. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. ചേട്ടത്തി, ഞാൻ
ഞാനിവിടെ ഇല്ലെന്ന് പറയൂ. ആ ഇല്ല. അമ്മൂമ്മ എന്തിനാ കള്ളം പറയുന്ന? ആന്റി ഉണ്ട് അകത്ത്. ദേ ചെരുപ്പ്. ആന്റിക്ക് എന്താ വേറെ ചെരുപ്പില്ലേ? കുട്ടി പോയിക്കേ. അമ്മൂമ്മ കള്ളം പറയാ. ആന്റി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലേ ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി ഒന്ന് പോയിക്കേ. ചിന്നുമോളെ, ആന്റി. ആ അമ്മൂമ്മ എന്നോട് കള്ളം പറഞ്ഞു. ആന്റി ഇവിടെ ഇല്ലാന്ന്. സാരമില്ല മോളെ. ഞാൻ ആന്റിക്ക് ചോക്ലേറ്റ് തരാൻ വന്നതാ. ഡാഡി ഡൽഹിന്ന് കൊണ്ടുവന്നതാ. ഞാൻ വരട്ടെ ആന്റി. ട്യൂഷൻ മാസ്റ്റർ വരാൻ സമയായി. ടാറ്റാ. അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. സതികുട്ടി പറയട്ടെ. വാക്യത്തിൽ പ്രയോഗിക്കുക. കിംവദന്തി. കിംബേ. ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കൂ. ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് പോരുന്ന വഴി കവലയിൽ കുറെ ആൾക്കാർ ചേർന്ന് ഒരു കിംവദന്തിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. മനസ്സിലായോ? ആ ഇനി അടുത്തത് മുടന്തന്യായം. വാക്യത്തിൽ പ്രയോഗിക്കും. മാസ്റ്റർ ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ സ്കൂളിൽ നിന്ന് പോരുന്ന വഴി ഒരു മുടന്തൻ വഴിയിൽ നിന്ന് ന്യായം പറയുന്നത് കേട്ടു. ഇന്നലെ മാസ്റ്റർ പറഞ്ഞു തന്നതെല്ലാം തെറ്റാണെന്ന് ഞങ്ങളെ ടീച്ചർ പറഞ്ഞു. ഏത് ടീച്ചർ? ജാനകി ടീച്ചർ. ജാനകി ടീച്ചർ അല്ല, അവരുടെ തള്ള കാർത്യായനി ടീച്ചർ പറഞ്ഞാലും ശരി. അവരുടെ ഒക്കെ തലയിൽ കളിമണ്ണ. 4ാം ക്ലാസ് വരെ പഠിച്ച പാർട്ടിയാ. മലയാളം തന്നെ എനിക്കറിയാൻ മേല. പിന്നെ എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുന്നത്? ഇതേ മോള് കാര്യം ചെയ്യും. മോള് ടീച്ചറോട് ദിവസവും വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ തന്നെ അവർക്ക് നല്ല ട്യൂഷൻ കൊടുക്കാന്ന് പറ കേട്ടോ. വായിക്കേ വായിക്കേ വായിക്കേ. മുടന്തന്യായം. യെസ്. ഇതുപോലൊരു നശിച്ച ദിവസം നാരെയാണോ കണി കണ്ടത്? നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. ഇതുവരെ ഒരു കോടതി വരാന്തേലും കാല് കുത്തിയിട്ടില്ലാത്തവനായ നിങ്ങളൊക്കെ പിന്നെ ഓഫീസിൽ എന്ത് മലയാ മറിക്കുന്നേ? 3-4 രജിസ്റ്റർ സൂക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ അവിടെ ഒന്ന് കുത്തിയിരിക്കുന്നേ? അല്ലെങ്കിലും തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. എന്തെങ്കിലും ചെയ്ത് തുലയ്ക്ക്. അറിയാൻ പാടില്ലെങ്കിൽ വന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അല്ലേട്ടാ ഒന്നും പറയണ്ട. ഇനി മേലാൽ ഇതുപോലുള്ള നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് എന്നെ വലിച്ചെഴുത്താനുണ്ടല്ലോ. പണി വിടറോ. എന്റെ ഗുരുവായൂരപ്പാ, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം അല്ലാതെ മനസ്സമാധാനത്തോടെ കഴിഞ്ഞിരുന്നതാ. ആ ഓഫീസർ ഒന്ന് ചാർജ് എടുത്തു, മനുഷ്യൻ ഇരിക്കെ പുറത്തില്ലാതായി. ആരാ വന്നത്? എന്താ കാര്യം? ദേ നിങ്ങളുടെ അയലോക്കക്കാരുണ്ടല്ലോ, ആ ലേബർ ഓഫീസർ. എന്നാൽ ഇതുപോലൊരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും നൊട്ടിലൊടക്കെന്ന് പറഞ്ഞ് തുടങ്ങും മനുഷ്യനെ മെനക്കെടുത്ത്. ഇന്നലെ ഒരു തലവേദന കഴിഞ്ഞേ ഉള്ളൂ, ദേ ഇന്ന് തുടങ്ങി. ആ നാളെ നമ്മുടെ ഫാക്ടറിയിലെ സ്ട്രൈക്കിന് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുക. ഈ അതൊന്ന് തീരുമോ എന്തോ. എനിക്ക് അവരെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നിയത്. അയ്യടി, ഒരു പാവം. അത് കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും. അന്നേ ഞാൻ ജയേട്ടനോട് പറഞ്ഞതാ ഇതുപോലെ നക്കാപ്പിച്ചും കൂടെ അവസാനിപ്പിക്കാൻ. അപ്പോഴാ ജയേട്ടന് ഒരിക്കലില്ലാത്തൊരു പ്രിൻസിപ്പിൾ. അവര് ശങ്കർ വിചാരിക്കുന്ന പോലുള്ള ഒരു സ്ത്രീ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് അവർ വാങ്ങിച്ചില്ലെങ്കിലോ? ഒടുവിൽ അത് ഉപദ്രവമായാൽ? അതായിരിക്കും ജയേട്ടന് അത് ചെയ്യാത്തത്. സന്ധ്യക്ക് എന്തറിയാം ഈ വർഗത്തിനെ കുറിച്ച്? കാള വാല് വെക്കുമ്പോ അറിയില്ല എന്തിനാണെന്ന്. ദേ ഇവരുടെ വാശിയും കടുപിടുത്തമൊക്കെ എന്തിനാണെന്നറിയോ? ഉള്ളത് ബൾക്കായിട്ടെങ്കിൽ പോരട്ടെന്ന് കരുതിയാ. ശങ്കർ, ആളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ ഒന്നും പറയരുത്. ഹലോ,
അമ്മ ഇവിടെ വന്നു. ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്നാ മർ. ആ, ഇതൊരു സെറ്റ് പേനയാണ്. എന്റെ ഫ്രണ്ട് ജപ്പാനിൽ നിന്ന് വന്നപ്പോ തന്നതാണ്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. മായക്ക് ഇത് ആവശ്യം ഉണ്ടാവുമെന്ന് കരുതി. വേറൊന്നുമല്ല, ജസ്റ്റ് കോംപ്ലിമെന്റ്. താങ്ക്സ്. ഗോപന് ഇത് അമ്മയ്ക്ക് കൊടുത്തൂടെ? എഴുത്തുകാർക്കല്ലേ പേനയുടെ ആവശ്യം? അമ്മയ്ക്ക് എഴുതാൻ സമയം വേണ്ടേ? അവർ ഈയിടെയായിട്ട് യാതൊന്നും എഴുതാറില്ല. ഓ, ഞാനിത് കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യസാധ്യനാണെന്ന് വിചാരിച്ചിട്ടായി. എനിക്കങ്ങനെ യാതൊരു ദുരുദ്ദേശവും അല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. ഇറ്റ്സ് എ റയർ പീസ്. ഏതായാലും ഞാൻ കൊണ്ടുവന്നല്ലേ, തിരിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. മായക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ വലിച്ചെറിയും. ഞാൻ വരട്ടെ.